ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു ചായയും കുടിച്ചുകൊണ്ട് നെല്ലിയാമ്പതി കാടിൻ്റെ കുളിരിൽ വനഭംഗി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആഹാ. അവിടേക്കുള്ള ഞങ്ങളുടെ യാത്രയും അവിടെ ചെന്ന് താമസിച്ച ആ സ്ഥലത്തിൻ്റെ വിവരങ്ങളൊക്കെയാണ് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കുറച്ച് പേർക്കെങ്കിലും സഹായമാകും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ മധ്യവേനലവധി പാലക്കാട്ടേക്ക് പോയി ചെലവഴിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നെല്ലിയാമ്പതിയിലേക്ക് പോവുകയാണെങ്കിൽ പോത്തുണ്ടി ഡാമിൽ ഇങ്ങനെ കയറിയിട്ട് അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് പോകുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഈ കാഴ്ച കണ്ടാലും മതി. കാരണം നെല്ലിയാമ്പതി ആ ബോർഡറിൻ്റെ തൊട്ടടുത്താണ് പോത്തുണ്ടി ഡാം ഉള്ളത്. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കും ദൂരെ നിന്നും അതിൻ്റെ വ്യൂ കാണാവുന്നതാണ്. ഞങ്ങൾ പോത്തുണ്ടി ഡാമിലെത്തിയപ്പോൾ നട്ടുച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാഴ്ചയുടെ ഭംഗി അതുപോലെ ക്യാമറയിൽ പകർത്താൻ പറ്റിയില്ല. നിങ്ങൾ പോയി തന്നെ കാണേണ്ടതാണ്. പാലക്കാട് കാണാൻ പറ്റിയ മറ്റ് സ്ഥലങ്ങളും പാലക്കാട് താമസിക്കാൻ പറ്റിയ താമസ സ്ഥലത്തിൻ്റെ വിവരങ്ങളൊക്കെ താഴത്തെ വീഡിയോയിലുണ്ട്. ഇതിൽ നെല്ലിയാമ്പതി വനത്തിലെ വിശേഷങ്ങളും അവിടെ താമസിക്കാൻ പറ്റിയ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ കാണിക്കുകയാണ്. യാത്രാമധ്യേ നമ്മുടെ പൂർവികരെ കണ്ടപ്പോൾ പിന്നെ നിർത്താതെ പോകുന്നത് എങ്ങനെയാണ്, ബഹുമാനിക്കണ്ടേ? ഒരു മുജ്ജന്മ ബന്ധം തോന്നിയതുകൊണ്ടാണോ എന്നറിയില്ല, ഒരു കൂസലില്ലാതെ ഞങ്ങളെ നോക്കിയിട്ട് അവരവിടെ തന്നെ ഇരുന്നു. പിന്നെ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എവിടെയായാലും അല്ലേ. പാവങ്ങൾ പേടിച്ചപ്പം തന്നെ താഴെ പോയിട്ട് നിന്നു. മനുഷ്യന്മാരുടെ പൂർവികരല്ലേ, തനിക്കോണം കാണാതിരിക്കോ അല്ലേ? അങ്ങനെ തനി മലയാളിയെ പോലെ അവരുടെ കുടുംബകാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് ഇരുന്നപ്പം മറുവശത്തുനിന്ന് ഒരുത്തം വന്നിട്ട് ഒരു വിരുദ്ധൻ ഞങ്ങളുടെ കാറിൻ്റെ മുകളിൽ ഇതേ കയറിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രൈവസിയിൽ നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് ചോദിച്ചിട്ടതേ ഞങ്ങളെ പേടിപ്പിക്കുവാണ്. കണ്ടോ? ഇതാ, അയ്യോ പേടിപ്പിച്ചു പോയി. അപ്പം ഞാൻ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു പാട്ടങ്ങ് പാടി. നോക്കടാ നമ്മുടെ മാർഗെ കിടക്കുന്ന മർക്കടാ, നീയങ്ങ് മാറിക്കിടാശടാ. എവിടെ പുള്ളിക്കൊരു കുസലുമില്ല, പിന്നെയും ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. നീ ആരടാ എന്നെ പേടിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾക്ക് കാറ് മുന്നോട്ടെടുക്കണ്ടേ. അപ്പോൾ കുറച്ച് സമയം നിന്ന് ഞങ്ങളൊക്കെ പേടിപ്പിച്ച് മതിയായപ്പം പുള്ളി അങ്ങ് ഇറങ്ങിപ്പോയി. വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. ഈ വനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ പോകുന്ന വഴിക്കാണ് എല്ലാ കാഴ്ചകളും. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും വന്യജീവികളെയും ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഇവിടേക്ക് വന്നപ്പോൾ ഒരു ജീവിയെ കാണണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹം എത്രയോ വർഷങ്ങളായിട്ടുള്ള ആ ആഗ്രഹം നടന്ന ഒരു യാത്രയും കൂടിയായിരുന്നു അത്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ പോകുന്ന വഴിക്ക് കാട്ടുപോത്തിനെയും കണ്ടു. അധിക സമയം അവിടെ നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മട്ട് മാറി നമുക്ക് പണി കിട്ടണ്ടെന്ന് കരുതി ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. അപ്പോൾ ഇനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ എക്സൈറ്റ്മെൻറ്റിലേക്ക് പോകുന്നത്, ഒരു ജീവിയെ കാണാൻ. അത് ആരെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞോളൂ. പക്ഷെ ഒരു ക്ലൂ തരുവാണെങ്കിൽ, ഞാൻ കുട്ടിക്കാലത്ത് ഏകദേശം 6ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഈ ജീവി കാണപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണെന്ന്. ഉത്തരം സൈലൻറ്റ് വാലി എന്നായിരുന്നു. പക്ഷേ എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയില്ലായിരുന്നു, കാരണം അത് ബുക്കിലുണ്ടായിരുന്നില്ല. അത് ജനറൽ നോളജ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അന്ന് ആ ഉത്തരം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും തെറ്റിക്കുമ്പോഴാണല്ലോ നമ്മൾ ഓരോന്ന് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ആ തെറ്റിയത് കൊണ്ട് ആ തെറ്റിലൂടെ ഞാൻ ആ കാര്യം പഠിച്ച് അത് ഹൃദിസ്ഥമാക്കിയായിരുന്നു. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന ആ മൃഗമാണ് സാക്ഷാൽ സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ ആ സിംഹവാലൻ കുരങ്ങിനെ കുട്ടിക്കാലം തൊട്ടേ മനസ്സിൽ വെച്ച ആ ഒരു ആഗ്രഹം ഇപ്പോൾ നടന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത് സൈലൻറ്റ് വാലി അല്ല, കാരണം ഇത് സൈലൻറ്റ് വാലിയുടെ അടുത്തുള്ള സ്ഥലമായതുകൊണ്ടായിരിക്കാം ഒരുപാട് സിംഹവാലൻ കുരങ്ങിനെ വഴി നീളം കാണാൻ പറ്റി. അങ്ങനെ വനത്തിലൂടെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങളുടെ താമസ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇനി ഏക്കറോളം പരന്നു കിടക്കുന്ന കാടിൻ്റെ മധ്യത്തിലൂടെ പോയിട്ട് വേണം അവിടെ എത്താൻ. ഒരു മനുഷ്യരെ പോലും ഞങ്ങൾ വഴിയിൽ കണ്ടില്ല. ഇത് വലിയൊരു ടീ എസ്റ്റേറ്റാണ്. ഈ ടീ എസ്റ്റേറ്റിൻ്റെ മധ്യത്തിലെവിടെയോ ആണ് ആ റിസോർട്ടുള്ളത്. അവിടേക്ക് പോകാനാണെങ്കിൽ ടാറിട്ട റോഡും ഒന്നുമില്ല, കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞ റോഡിലൂടെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇരുട്ടിന് മുമ്പേ അവിടെ എത്തുമെന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ടായിരുന്നു, കാരണം വന്യമൃഗങ്ങൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ഞങ്ങൾ കറക്റ്റ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്.
ഈ ടീ എസ്റ്റേറ്റിന് നടുവിലായിട്ട് അവരിങ്ങനെ കുറേ വില്ലകൾ പണിതിരിക്കുകയാണ്. അപ്പം ഈ ഒരു വില്ലയിലാണ് ഞങ്ങൾ താമസിക്കാൻ പോകുന്നത്. വനത്തിൻ്റെ മധ്യത്തിലാണ്. പക്ഷേ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചക്ക് അത്ര ക്ലാരിറ്റി ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ആ റൂമിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ബാൽക്കണി, ഒരു പ്രൈവറ്റ് പൂളുണ്ട്. വളരെ മനോഹരമാണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ. രാത്രി ആയതുകൊണ്ട് അത്ര ക്ലിയർ അല്ല, പക്ഷെ ഞാൻ പകലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാത്രാക്ഷീണം മാറ്റാൻ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കുറേ സമയം ഇങ്ങനെ അത് വനത്തിലേക്ക് നോക്കിയിട്ടങ്ങിയിരുന്നു. പിന്നെ സന്ധ്യ കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് അവർ കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടുതരും, ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കഴിക്കണ്ട എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് ഭക്ഷണം. ഭക്ഷണം വലിയ ഗ്രേറ്റ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ ഓക്കെ, സാരില്ല, നമുക്ക് ഭക്ഷണം എപ്പോൾ വേണമെങ്കിലും എവിടെ നിന്നും കഴിക്കാം. പക്ഷേ ഈ ഭംഗിയും ഈ താമസവും ഒക്കെ നമുക്ക് വല്ലപ്പോഴും ഒരിക്കലും മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഓക്കെ, പ്രശ്നമില്ല. അതുപോലെ രാവിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്, അത് ബുഫേ ടൈപ്പായിരുന്നു. എങ്കിലും അതും അത്ര ഗ്രേറ്റ് ഒന്നും ആയിരുന്നില്ല. കുഴപ്പമില്ല, കഴിക്കാം എന്ന് മാത്രം. അപ്പോൾ ഇനി രാവിലെ ഞങ്ങളുടെ ആ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് കാണിക്കാൻ പോകുന്നത്. വാവ്, എത്ര സമയം വേണമെങ്കിലും ഇവിടെ നമുക്ക് ഇരുന്ന് ആ കാഴ്ച കാണാവുന്നതാണ്. മതി വരുവോളം മതിയാവില്ല. ശരിക്കും നമ്മൾ ജീവിതം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് കോംപ്ലക്സ് ആക്കിയിട്ട് മാറ്റുവാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇത്രയൊക്കെ മതിയില്ലേ ഈ സൗകര്യങ്ങളിൽ? നമ്മളെവിടെയെങ്കിലും ഒരു കുഞ്ഞു മഴ കൊള്ളാതെ താമസിക്കാനുള്ള ഒരു വീടെടുത്ത് ഇങ്ങനെ ശുദ്ധവായും, പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വല്ലതും അവിടെ നട്ട് നനച്ചുണ്ടാക്കി, അതൊക്കെ പോരെ ആ ഒരു ലൈഫ് ജീവിച്ചു തീർക്കാൻ? നമ്മൾ വേണ്ടാത്ത പല കാര്യങ്ങളുടെയും പുറകെയൊക്കെ ഓടി തീർത്തും അനാവശ്യമായ റാറ്റ് റേസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ജീവിതം വെറുതെ വേസ്റ്റ് ചെയ്ത് കളിയാണെന്നൊക്കെ നമുക്കിവിടെ വന്ന് താമസിച്ചാൽ തോന്നിപ്പോവും. പിന്നെ ഇവിടുത്തെ റൂം ബോയ് പറഞ്ഞു ഇവിടെ വന്യജീവികളുടെ ആക്രമണം അത്യാവശ്യം ഉണ്ട് എന്ന്. തലേ ദിവസം അരുവിയിൽ കുളിക്കാൻ പോയപ്പോൾ ഞങ്ങളവിടെ എത്തിയ അതേ ദിവസം അവൻ കുളിക്കുമ്പോൾ ഒരു പുലി അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു എന്ന്. അപ്പോൾ അതുമാത്രമാണ് ഇവിടുത്തെ മൈനസ് പോയിൻ്റ്. ഇപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കുക, അല്ലാതെ ഇത് ശരിക്കൊരു സ്വർഗം തന്നെയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ റിസോർട്ടിൻ്റെ പേരാണ് കൈലാസ് എസ്റ്റേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേനലവധിക്ക് വന്ന് താമസിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്ഷനാണിത്. തീർച്ചയായും ഒന്ന് നോക്കൂ. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിതും, പിന്നെ വേറെ പാലക്കാടിലെ ഞാൻ 2-3 ഹോട്ടലിൽ നിന്നിട്ടുണ്ടെങ്കിലും 2 പാലക്കാട് കൊല്ലംകോടുള്ള ഒരു ഹോട്ടലും പിന്നെ ഞാൻ ഇതും മാത്രമാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ല അല്ലേ? അപ്പം ഇതാണ് നല്ല സർക്കുലർ ഷേപ്പാണ്. അതുകൊണ്ട് തന്നെ ബെഡും ഇതൊക്കെ അല്ല അതേ തീമിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത്. വിൻഡോ ആണെങ്കിലും ചുമരാണെങ്കിലും ഒക്കെ അതുപോലെ നല്ല നീറ്റാണ് റൂമൊക്കെ. ഒരു ചെറിയൊരു പൊടി പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റൂം റേറ്റ് കുറച്ച് എക്സ്പെൻസീവാണ്, എങ്കിലും ഓരോ സീസണും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾക്ക് അതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവരെ നമ്പർ എടുത്ത് വിളിച്ച് അറിയാവുന്നതാണ്. എക്സ്പെൻസീവാണ്, എങ്കിലും ലൈഫിൽ 1-2 ദിവസമൊക്കെ ഇവിടെ വന്ന് താമസിക്കണമെന്നേ. ലൈഫ് മീനിങ് ഫുൾ ആവുന്നത് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് കൂടി ഉണ്ടാകുമ്പോഴല്ലേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.